മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരനായിട്ടുള്ളൊരു താരപുത്രൻ തന്നെയാണ് മാധവ് സുരേഷ് എന്ന് നിസ്സംശയം മലയാളികൾക്ക് പറയാൻ സാധിക്കും. ഇപ്പോഴത്തെ അക്കൂട്ടത്തിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്ന താരത്തിൻ്റെ വാർത്തകളാണ് എന്നുകൂടി പറയുന്നു. ഇടയ്ക്ക് വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് കുറച്ചുനാൾ മാധവ് സുരേഷ് എന്ന താരപുത്രനെ കാണാതില്ലായിരുന്നു. എന്നാൽ താരം ലണ്ടനിൽ അനുഭവിച്ച ആരുമറിയാത്ത ദുരന്ത ദിവസങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി എത്തുന്നത്. അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നു എന്നാണ് പറയുന്നത്. ഒരു വലിയ കുടുംബത്തിലാണ് ശരിക്കും പറഞ്ഞാൽ മാധവ് ജീവിച്ചു വളർന്നത്. അവിടെ നിന്ന് പെട്ടെന്ന് ഒറ്റയ്ക്കായതുപോലൊരവസ്ഥ. ഡിപ്രഷനും മറ്റ് ട്രൊമാറ്റിക്കുമായിട്ടുള്ള എന്ത് അസുഖങ്ങളും മനസ്സിനെ ബാധിപ്പിക്കാൻ അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരവസ്ഥ വളരെ പെട്ടെന്ന് നമുക്കുണ്ടാകും എന്നാണ് അതിലൂടെ പറയുന്നത്. ഇപ്പോൾ മാധവിനും അത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ക്ലിനിക്കലി ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്ത ഒരാളാണ് ഞാൻ. അത് ലണ്ടനിൽ വെച്ചായിരുന്നു അത് സംഭവിച്ചത്. ഇവിടെ ഇത്രയും പേരോടൊപ്പം ജീവിച്ചതിന് ശേഷം അവിടെ അത്രയും നാൾ ഒറ്റയ്ക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റാത്തൊരു അവസ്ഥയായി. നമ്മളെല്ലാവരും കരുതും അത് വളരെയധികം എളുപ്പമാണ് എന്നത്. എന്നാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. എല്ലാ നല്ല ജീവിത സാഹചര്യത്തിലുമുള്ളയാളും ഡിപ്രഷനിലേക്ക് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അത് വളരെയധികം തെറ്റായ ഒരു കാര്യമാണ് എന്നും നല്ല ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്ക് ഡിപ്രഷൻ ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെയും തെറ്റായ കാര്യമാണ് എന്നുമാണ് മാധവ് സുരേഷ് വെളിപ്പെടുത്തുന്നത്. ക്ലിനിക്കലി ഡിപ്രഷനിൽ പോയ ഒരാളാണ് ഞാൻ. ക്ലിനിക്കലി വിഷാദരോഗം എന്നത് കണ്ടെത്തിയിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു പരിധിയിൽ കൂടുതൽ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞു നിൽക്കുകയെന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ ശരീരം നമ്മളെ സംരക്ഷിക്കുന്നത് അവസാനിപ്പിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നുമായിരിക്കും കളിയാക്കാൻ. പക്ഷെ സത്യം പറയട്ടെ, മാനസികാരോഗ്യം എന്നത് സത്യമാണ്. 4 വർഷം ഞാൻ ലണ്ടനിൽ പഠിച്ചപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കിയത് അച്ഛൻ തന്നെയാണ്. അല്ലാതെ അച്ഛൻ പണം തരാതിരുന്നിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ പുറത്തിറങ്ങി പോകാനോ സ്ഥലങ്ങൾ കാണാനോ ഒന്നും എനിക്ക് തോന്നിയിരുന്നില്ല. ബെഡിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. റോബോട്ടിക് ലൈഫ് പോലെയാകും സമയത്ത് ജീവിതം. അന്ന് നല്ല ജീവിത സാഹചര്യം, 3 നേരം ഭക്ഷണം, എന്ത് സഹായത്തിനും മാതാപിതാക്കളുമായി എനിക്കുണ്ടായിരുന്നു. എൻ്റെ പ്രശ്നങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നതുമെന്ന് എനിക്കറിയാം. എന്നാൽ അത് അനുഭവിച്ചത് എനിക്ക് മാത്രം വലിയ പ്രശ്നങ്ങളായിരുന്നു. എന്നേക്കാൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ എന്നേക്കാൾ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന, എന്നേക്കാളും ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടാകും. പക്ഷെ ഞാൻ അനുഭവിച്ചത് എന്താണ് എന്ന് എനിക്കല്ലേ അറിയൂ. എനിക്ക് അത് തന്നെയല്ലേ വലുത്. ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത്രയും നാളും നമ്മൾ കണ്ട ഒരു മാധവിനെയല്ല ഈ അഭിമുഖത്തിൽ കണ്ടത് എന്ന് തന്നെ പറയാം. ഇത്രയും നാളും നമ്മൾ ഈ പയ്യനെക്കുറിച്ച് വിചാരിച്ചിരുന്നതല്ല ശരിയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു അഭിമുഖം തന്നെയാണ് മാധവ് സുരേഷ് എന്ന സുരേഷ് ഗോപിയുടെ ഇളയ മകൻ താരപുത്രൻ നൽകിയിരിക്കുന്നതെന്ന് ആരാധകരെല്ലാവരും ഒറ്റ വാക്കിൽ തന്നെ ഇതിന് മറുപടിയായി കുറിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.